ചെയ്യാൻ പോകുന്നത് നല്ല കുറുകുറു പോലത്തെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു മക്രോണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു പാത്രം വെള്ളം എടുക്കുക, ഒരു ഹാഫ് വെള്ളം. ഇനി നമുക്ക് മക്രോണി നമ്മൾക്ക് ഇനി ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. നമുക്ക് അതിനുള്ള പാത്രം എടുത്തിട്ടുണ്ട്, ചീനച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ചീനച്ചട്ടി ഇനി ഒന്ന് ചൂടാവണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഞാൻ ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ള ഓയിലാണ്, നമുക്കൊന്ന് ഒഴിക്കാം. ഇനി നമുക്ക് മക്രോണി ഇടുക. ചെയ്തെടുക്കുമ്പോൾ ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ തന്നെ എടുക്കണം, കൂടുതൽ കരിയാൻ പാടില്ല. ഇപ്പോൾ ഏകദേശം ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട്. നമുക്ക് എടുക്കാം. ഗായ്സ്, നമ്മള് മക്രോണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഈ ക്രിസ്പി ഒന്ന് കാണിച്ചു തരാം. ക്രിസ്പിന്റെ സൗണ്ട് കേൾക്കണില്ലേ? ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈ കുറുക്കുറൊക്കെ പോലത്തെ മസാല മേക്ക് ചെയ്യണമല്ലോ. അപ്പൊ അതിനുള്ള സാധനങ്ങളാണ് മുളക് പൊടി, ചാട്ട് മസാല, ഉപ്പ്. ഇതൊക്കെയാണ് നമ്മൾക്ക് കുറുക്കുറിന്റെ ഈ മസാല ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ. ഫസ്റ്റ് നമ്മൾക്ക് മുളക് പൊടി ഇടാം. ഞാൻ ഇപ്പോൾ ഒരു ടേബിൾ സ്പൂൺ, ഒരു ഹാഫ് ടേബിൾ സ്പൂണാണ് ഇടുന്നത്. നിങ്ങൾക്ക് ഈ മുളക് പൊടിൻ്റെ പാകത്തിനനുസരിച്ച് ഇടാം. ഇനി നമ്മൾക്ക് ഉപ്പിടാം. നമ്മൾ മക്രോണി വേവിക്കുമ്പോൾ കുറച്ച് ഉപ്പിട്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ മസാല റെഡിയാക്കുമ്പോൾ കുറച്ച് ഉപ്പിട്ടാൽ മതി. ഇനി നമ്മൾക്ക് ചാട്ട് മസാല ആഡ് ചെയ്യാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മസാല ഇടുന്നതിൻ്റെ മുമ്പ് വേറൊരു സാധനം ഉണ്ടാക്കാണ്ട്. അതിന് ആവശ്യമുള്ള സാധനങ്ങളാണ് ഒരു തണ്ട് കറിവേപ്പില, തോലോട് കൂടി ചതച്ചെടുത്ത് 3 വെളുത്തുള്ളി, ഉണക്കമുളക്. നമുക്ക് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ രുചി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വെളുത്തുള്ളി, കറിവേപ്പില, ഉണക്കമുളക് ഇടുന്നത്. ഇനി നമുക്ക് മസാല ഇടാം. അപ്പോൾ നമ്മൾ ക്രിസ്പി മക്രോണി ഇവിടെ റെഡി ആയിട്ടുണ്ടെന്ന് നമുക്ക് കഴിച്ചു വെക്കാം.
ഏകദേശം ഒരു കുർക്കുറിന്റെ ഒക്കെ ഒരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത് സിനിമ കാണുമ്പോൾ തിന്നാൻ നല്ല ടേസ്റ്റ് ആണ്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.